മല്ലൂട്രക്കേഴ്സ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ മഹദി അമീൻ. ഞാൻ ഏകദേശം ലിത്വാനിയയിൽ 6 വർഷത്തോളമായി ഇവിടെ. ഞാനിപ്പോൾ അവസാന വർഷ മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ്. എൻ്റെ സുഹൃത്ത് മറ്റൊരു ജോലി ട്രെയിലറിലെ ഓൾറെഡി ഡ്രൈവർ ആയതുകൊണ്ടും നമുക്ക് ധാരാളം മെസ്സേജുകൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ തന്നെ ലഭിക്കുകയും ധാരാളം CV-കൾ വാട്സപ്പിലും ചാനലിലൂടെയും അല്ലാതൊക്കെ കിട്ടിയത് കൊണ്ട് നമുക്ക് എല്ലാവരെയും ഒന്നും നമുക്ക് പേഴ്സണലി എല്ലാത്തിനൊന്നും റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിനൊക്കെ എല്ലാവരോടും ആദ്യം തന്നെ സോറി പറയുകയാണ്. കാരണം നമുക്ക് പല കാര്യങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. പിന്നെ ഒരു വലിയൊരു ബാധ്യത ആവാതെ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ എത്താൻ കഴിയും? കാരണം ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കിട്ടാൻ നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു ഭീമമായ സംഖ്യ എങ്ങനെ ഒഴിവാക്കാം? എന്നിട്ട് കാരണം അത്ര വലിയൊരു സംഖ്യ നിങ്ങൾ ചിലവാക്കി വന്ന് പിന്നെ ആ പൈസ ഒക്കെ എന്ന് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നുള്ള അപ്പോൾ ആ ഒരു റിസ്ക്കൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കുറച്ച് നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ്, നിങ്ങൾക്ക് നമ്മൾ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെവിടെ നല്ല കമ്പനികളിൽ ആക്കി തരാമെന്നുള്ള ആ ഒരൊറ്റ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് തന്നെ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ എല്ലാ റിക്വയർമെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം പല ആളുകളും അത് പകുതിയുള്ളവർ അല്ലെങ്കിൽ ഫുൾ അയക്കാതെ നമ്മളിങ്ങനെ കുറേ മെസ്സേജുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ അതായത് പലതും നമ്മൾ പറഞ്ഞ റിക്വയർമെൻറ്റ്സിൽ നമ്മൾ ചോദിച്ച ഡോക്യുമെൻറ്റ്സ് ഫുള്ളില്ല. അപ്പോൾ നിങ്ങൾ അയക്കുമ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ ഈ സംഗതികളെല്ലാം നിങ്ങൾ അയക്കുക. കാരണം അതിലൊന്നില്ലാതെ നമുക്ക് നിങ്ങളെ ഫയൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. കാരണം അപ്പോൾ നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സിൽ കാണുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കാണുന്ന റിക്വയർമെൻറ്റ്സ് നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങളെ മോട്ടിവേഷന് നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് ഒന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു കോലത്തിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ യൂറോപ്പിലേക്കാണ് ജോബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അത് മസ്റ്റാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കഴിവും കൂടി നിങ്ങളൊന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി പ്രിപ്പയർ ചെയ്യുക. കാരണം ഇവിടുത്തെ അവസരം അത് ഇന്നോ നാളെ തീരുന്നതല്ല, പ്രത്യേകിച്ച് ട്രെയിലർ ഡ്രൈവർമാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്ക് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട്, ചിലപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. ഒരു മാസം കഴിഞ്ഞിട്ടാണോ നിങ്ങളെ ഭാഷ ഒക്കെ റെഡിയാക്കിയിട്ട് വരി. ഒരു മാസം കഴിഞ്ഞിട്ടാലും ട്രെയിലർ ഡ്രൈവർമാർക്ക് അവസരം ഇവിടെ അത് തീർന്നു പോകില്ല. കാരണം അത്രയ്ക്ക് ഇവിടെ അവസരങ്ങൾ ഉണ്ടാക്കിത്തരാൻ നമുക്ക് കഴിയും നിങ്ങൾക്ക്. അപ്പം പ്രധാനമായും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ അയക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം. നിങ്ങളെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് നിങ്ങളെ എക്സ്പീരിയൻസ് പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ ട്രെയിലർ റിവേഴ്സ് എടുക്കുന്ന ആ വീഡിയോ തന്നെ നിങ്ങൾ തീർച്ചയായും ഒരു 2-3 മിനിറ്റോ ഉള്ള വീഡിയോ മതി. പക്ഷെ എന്നാലും ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ ഫയലിൻ്റെ കൂടെ നിർബന്ധമായും വേണം. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചതായിരുന്നു ഈ ഹെവി ലൈസൻസ് കൊണ്ട് ട്രാൻസ്പോർട്ട് കൊണ്ട്. നമ്മളിപ്പോൾ ലിത്വാനിയയിലേക്കാണ് നമ്മൾ പ്രധാനമായും ഇപ്പം നോക്കുന്നത്. പോളണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വരുന്ന കാലങ്ങളിൽ ഉണ്ടാവും. കാരണം നമ്മൾ പല കമ്പനികളായിട്ടും ബന്ധപ്പെട്ട് അതിൻ്റെ അവസരങ്ങൾ തുറക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് എല്ലാം ആവും എന്തായാലും. അപ്പോൾ ആവുന്നത് വഴി ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പം ലിത്വാനിയയിലേക്ക് ട്രാൻസ്പോർട്ട് പോരാ, നമുക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ട്രെയിലർ ലൈസൻസ് നിർബന്ധമാണ്. അതിനോടുകൂടെ നിങ്ങളെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളെ ഒരു വീഡിയോ, പിന്നെ പാസ്പോർട്ടിൻ്റെ മുഴുവൻ പേജും സ്കാൻ ചെയ്തിട്ടുള്ള പാസ്പോർട്ടിൻ്റെ, പിന്നെ നിങ്ങളെ വാലിഡ് ആയതും എക്സ്പയർ ആയിട്ടുള്ള ട്രെയിലർ ലൈസൻസ്. ഇനിയിപ്പോൾ നിങ്ങളെ ട്രെയിലർ ലൈസൻസ് ഏതെങ്കിലും GCC എക്സ്പയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലെ പിന്നെ ലൈസൻസ് എന്താക്കുക ട്രെയിലർ ആഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ആ റിക്വയർമെൻറ്റ്സ് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്നു എന്നിട്ടാണ് നിങ്ങൾ ഫയൽ അയക്കേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ പോളണ്ടിലൊക്കെ ഹെവി ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സായാലേ നിങ്ങൾക്ക് അവിടെ പിന്നെ വലിയ വണ്ടി ഓട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രെയിലർ ഇതിലൊക്കെ വന്നാൽ 6 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പ്രൊഫഷൻ തന്നെ മാറേണ്ടി വരും, നിങ്ങൾക്ക് അവിടുത്തെ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ വേറെ ജോലികൾക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രതീക്ഷിച്ച സാലറി ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യതയും കുറവാണ്. പിന്നെ
അതുപോലെ ടാക്കോ റൂൾസ്, അതായത് ടാക്കോ റൂൾസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ള് വിശദീകരിച്ച് തരുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം നിങ്ങളെ ഇവിടുത്തെ ടാക്കോ കാർഡ്, കോഡ് 95, ഇവിടുത്തെ TRP റെസിഡൻസിനുള്ള അപേക്ഷ, ഇങ്ങനത്തെ തുടങ്ങി നിങ്ങളെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു മാസം നിങ്ങൾ ഒരു പ്രോസസ്സിങ് ടൈം ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ജോലി കയറുമ്പോൾ ഫസ്റ്റ് ഒരു ഡ്രൈവറെ കൂടെ നിങ്ങൾ പിന്നെ ഒരു ട്രെയിനറെ കൂടാണ് ഫസ്റ്റത്തെ മാസങ്ങൾ എന്തായാലും നിങ്ങൾ പോവുക. ഏകദേശം നമ്മൾ ഇപ്പോൾ പല ആളുകളും CV അയച്ചതിൽ വ്യത്യസ്ത കമ്പനികളിലായിട്ടാണ്. അപ്പോൾ അവരുടെ സാലറി സ്കെയിൽ ഒരു ഏകദേശം അവർക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അറിയും. പിന്നെ അല്ലാത്തവർക്ക് ഉള്ളൊരു ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മാസം വേറൊരു ഡ്രൈവറെ കൂടെ പോകുമ്പോൾ ഏകദേശം 900 യൂറോ നമ്മൾ പിന്നെ ഇപ്പോൾ ജോലി വാങ്ങി കൊടുക്കുന്ന ഒരു കമ്പനിയിൽ ആദ്യത്തെ ഒരു മാസം 900 യൂറോ ആണ് അവർ പറയുന്ന സാലറി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ 900 യൂറോക്ക് വേറൊരു ഡ്രൈവർ കൂടി ഒരു മാസം കൊണ്ട് എല്ലാം പഠിച്ച് ടാക്കോ റൂൾസൊക്കെ ആയി യൂറോപ്യൻ സ്റ്റൈലെല്ലാം മനസ്സിലായി ആൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള കോൺഫിഡൻസ്, ആൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നുള്ള ആ ഒരു ടൈം ആയാൽ പിന്നെ ആൾ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയാൽ ആദ്യത്തെ ഈ ഇപ്പം ഒരു മാസം ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാൻ 2ാമത്തെ മാസം ഒരു ഡ്രൈവർ കൂടി പിന്നെ 3ാമത്തെ മാസം ഇയാൾ ഒറ്റയ്ക്ക് ഓടാൻ തുടങ്ങിയാൽ ഫസ്റ്റത്തെ 2 മാസം 1500 to 1700 അടുത്ത് ഏകദേശം കൊടുക്കും. 1500 കൂട്ടുക. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് 5ാം മാസം മുതൽ നിങ്ങൾക്ക് 2100 മുതൽ 3000 വരെ നിങ്ങൾ മാക്സിമം ടാക്കോ കാർഡ് യൂട്ടിലൈസ് ചെയ്ത് ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യുക. നിങ്ങൾ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ റെഡിയായി ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റായി നിങ്ങൾ കമ്പനിക്ക് നിങ്ങളൊരു നല്ലൊരു നല്ലൊരു കാൻഡിഡേറ്റ്, നല്ലൊരു ഡ്രൈവറാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഒരു 4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു 2000-ൻ്റെ മുകളിലൊക്കെ ഒരു 4 മാസം 5 മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഈ കമ്പനിയാണെന്നുണ്ടെങ്കിലും മറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കമ്പനിയിലെ സാലറീൻ്റെ ഒരു സ്കെയിലിൻ്റെ ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കമ്പനിയിൽ നിങ്ങളെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാൻ കൊടുത്ത് അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ ടാക്കോ കിട്ടി കോഡ് 95 ആയി നിങ്ങൾ ഓടാൻ തുടങ്ങുമ്പോൾ ഒരു ഡ്രൈവർ ഉണ്ടാകും കൂടെ. ആ സമയത്ത് ഏകദേശം ഒരു 1400 1500 പറയുന്നത്. അത് നിങ്ങളെ അന്നേരത്തെ ഫസ്റ്റ് തന്നെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 1500 കിട്ടും. മാക്സിമം കുറച്ച് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 1500 നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾക്ക് ഒരു 1500-ൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ട്രെയിനിങ് എല്ലാം ഓക്കെയാണ്, നിങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞ മുതൽ നിങ്ങൾക്ക് ഏകദേശം 2100 യൂറോ നിങ്ങൾക്ക് 3 മാസം കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളെ ഡീസൽ, നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, നിങ്ങളെ ഡീസൽ എങ്ങനെയൊക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും, അതായത് അതിൻ്റെ റൂൾസ് ടാക്കോ റൂൾസ് പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളെ എങ്ങനെ ഇതൊക്കെ വെച്ച് അവർക്ക് കമ്പനിക്ക് അളക്കാൻ കഴിയുന്നുള്ളത്. പിന്നെ നിങ്ങൾ ഫുൾ ടൈം സർവൈലൻസിലായിരിക്കും. അതായത് കമ്പനി നിങ്ങൾക്ക് ഓരോ ടാസ്ക് തരും. പിന്നെ അല്ലാത്തവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും നിങ്ങളെപ്പറ്റി ഏത് നേരവും ആ വാച്ചിങ്ങിനുള്ള ഒരു കാര്യങ്ങളും. അപ്പോൾ അവർക്ക് അറിയാം എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈമിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പെർഫോമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ നല്ല നിലക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഡിമാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചിലവ് കുറച്ച് ഇവിടെ എത്താൻ കഴിയും, നല്ലൊരു ജോലി കിട്ടി നല്ല സെറ്റിലാവാൻ കഴിയുന്നുള്ള ആ ഒരു ഉത്തരവാദിത്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഈ കിട്ടുന്ന അവസരം വളരെയധികം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു ഭാവി നിങ്ങൾ ഉറപ്പാക്കാൻ, അല്ലാണ്ട് വേറെ നിലക്കുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പിന്നെ വേറെ പ്രധാനമായി ഉണ്ടായ ഒരു സംശയമാണ് എന്തൊക്കെ ചരക്കുകളാണ് ഇതിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായും അത് വ്യത്യസ്തമായത് പെയിൻറ്റ്, മരം, ഫർണിച്ചർ, കെമിക്കൽ, കോയിൽ, മെഡിസിന്, പിന്നെ അതുപോലെ അങ്ങനെ ഇന്ന ഒരു പ്രത്യേകമായിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെ യൂറോപ്പിൽ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓടിക്കുക. അതായത് പ്രധാനമായും ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങൾ വണ്ടിയിലായിരിക്കും നിങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ
കമ്പനിയിൽ നിന്ന് വണ്ടിയായിട്ട് ഇറങ്ങി എന്നാണോ തിരിച്ച് വരുന്നത് അന്ന് മാത്രമാണ് നിങ്ങൾക്ക് സാലറി ഇല്ലാതെ നിൽക്കുക. അതായത് നിങ്ങൾക്ക് ഡെയിലി ബേസിൽ സാലറി കാൽക്കുലേഷൻ വരും. അത് നിങ്ങൾ വണ്ടിയുമായിട്ട് എന്നാണോ റോട്ടിലുള്ളത്, അതായത് യൂറോപ്പിൽ പല രാജ്യങ്ങളിലായിട്ട് നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലീവിന് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കമ്പനി അക്കോമഡേഷൻ തരും. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും കമ്പനി ചെയ്തു തരും. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. GCCയിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ വർക്ക് ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിരിക്കും. അതായത് ട്രക്കിൽ തന്നെ ഇതൊരു പാഷനായി കാണുന്നവർക്കാണ് ഇത് കൂടുതൽ കഴിയുക. പിന്നെ GCCയിൽ വർക്ക് ചെയ്ത പല ആളുകളും ഇവിടെ വന്നിട്ട് ജോലി എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക ഭാരം കുറവാണെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ട പല ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണ് വർക്ക് ചെയ്യാൻ എന്നൊക്കെയുള്ള ആ ഒരു ധൈര്യമൊക്കെ ഉള്ള ആളുകളും വേണം ഇത് ചെയ്യാൻ. പിന്നെ നിങ്ങളിത് തന്ന് എല്ലാം നിങ്ങളെ കാര്യങ്ങളൊക്കെ റെഡിയായി ഒരു സമയത്തുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ പല പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ നമുക്കിത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉറപ്പുള്ള നല്ല ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് മാക്സിമം ആളുകളിൽ എത്തിക്കുക. അങ്ങനത്തെ ആളുകൾക്ക് ഇത് കൊണ്ട് അവരെങ്ങനെയെങ്കിലും ഉപകാരപ്പെടണം, അവർക്ക് അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതുവഴി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു സാലറി. പിന്നെ അതായത് നിങ്ങൾക്ക് ഓരോ മാസത്തിൽ വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. കമ്പനിയിൽ നിന്ന് 3 മാസത്തിൽ വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് ഓരോ മാസത്തിൽ വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസത്തിന് 75 യൂറോൻ്റെ അടുത്താണ് നിങ്ങളെ കാൽക്കുലേഷൻ വരിക. പിന്നെ 3 മാസത്തിലാണ് നിങ്ങളത് പിന്നെ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 75 ഏകദേശം 86 യൂറോൻ്റെ അടുത്ത് നിങ്ങളെ കാൽക്കുലേഷൻ വരും, നിങ്ങളെ ബേസിക് സാലറി കാൽക്കുലേഷൻ തന്നെ. അതായത് നിങ്ങൾക്ക് ഈ 3 മാസത്തിൽ നിങ്ങളെ എക്സ്പെൻസസ് നിങ്ങൾക്ക് ചോദിക്കുക, അതായത് നിങ്ങളെ അലവൻസ്, നിങ്ങൾക്ക് ഫുഡിനുള്ള അല്ലെ എന്തിനുള്ള പൈസ ചോദിച്ചാലും അത് നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളെ മൊത്തത്തിൽ കാൽക്കുലേഷൻ സാലറി കാര്യങ്ങളൊക്കെ ചെയ്യുക 3 മാസത്തിലാണ്. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷനും കൂടി സാലറി പിന്നെ ഇവിടെ പല കമ്പനികളും ചെയ്യുന്നുണ്ട്. അതായത് മാസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള സാലറി 3 മാസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള സാലറിയിലും അവർ നല്ലൊരു ഇൻക്രീസ് ഈ ഒരു ലെവല് പല കമ്പനികളും ഇവിടെ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്നാലും പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആൾക്കും ഹെൽപ്പ് ചെയ്യണം എന്നാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഒരവസരം കിട്ടുന്നതോടുകൂടി നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഒരവസരം കിട്ടാനും അല്ലെങ്കിൽ നിങ്ങളിവിടെ എത്തി നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു സന്നദ്ധതയും കൂടി നിങ്ങൾക്ക് നമ്മളിത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പിന്നെ ഒരു ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് പോളണ്ടിലും അല്ലാതെ പല രാജ്യങ്ങളിലായിട്ട് നല്ല സാലറി ഉള്ള നിങ്ങൾക്ക് പല ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല അവസരങ്ങൾ നമുക്ക് തരാൻ കഴിയുന്നുള്ള 100% പ്രതീക്ഷയിലാണ്. കാരണം പല കമ്പനികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ മിസ്സായിട്ടുള്ളത്. So one more thing, there is a lot of people who watching who doesn't speak Malayalam, and I really wanna say thank you everyone who watching this video, and I really motivate you to apply if you are eligible for this position. I'm adding the requirements in the description so you can check, and if you are eligible for this position, for sure you can apply and we will forward with your application. And for the other labor jobs and the other skilled job opportunities, we will keep posted in the channel like as soon as possible. And really thank you so much for your everyone's support, and please share maximum if it will be helpful for someone to settle in their life. And we are not doing this to destroy anyone or to make some enemies. We just want to help people who are really skilled and talented to achieve something in their life, to get a good life for them. So please support and share,
And thank you so much, and see you until next video. Bye.